DSCയുടെ സോൾ ആത്മാവായ അതിൽ മെയിൻ പങ്ക് വഹിച്ച 3 പേരാണ്. സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാലത്ത്, മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ സേവിയർ, ആക്ടർ പോസ്റ്റർ ഡിസൈനർ അരുൺ അജികുമാർ, ഓൾസോ നോൺ ആസ് എസ്തെറ്റിക് കുഞ്ഞമ്മ. വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. നമ്മള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകും. ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്കും കുറെ പേര് എന്റെ അടുത്ത് മറ്റേ ഡിസ്ചാർജ് ആയ ബ്രോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ. പ്രമുഖൻ ഡബ് ചെയ്ത സിനിമയാണ്. ആ ഡബിങ്ങില് പുള്ളി കാണിച്ചൊരു മാജിക് നമ്മളെല്ലാരും കണ്ടതാണ്. എനിക്ക് വർക്ക് ചെയ്യേണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്ന പേടി ഇത് ആൾക്കാർ പേടിയാവോ എന്നുള്ള പേടിയായിരുന്നു. പേടി കിട്ടുന്നുണ്ടോ എന്നുള്ള പേടിയായിരുന്നു കൂടുതൽ. രാവിലെ വിളിക്കുമ്പോൾ ഒരു പേടി വരാറില്ല. അതെ, ബ്രഹ്മയുഗത്തിലെ ചാത്തൻ പുള്ളിയാണ്. പുറത്തിറങ്ങിയിട്ട് അലറുന്ന ചാത്തൻ രാഹുലിന്റെ വോയിസ് ആണ്. അതൊക്കെ ലീക്കാക്കല്ലേ. ആദ്യം തന്നെ DSCയുടെ ഭയങ്കര സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ കൂടെ ഈ ടീമിന് കുറച്ചുകൂടും ഭയങ്കര ഹാപ്പി ന്യൂസ് ഉണ്ടല്ലോ. ബ്രഹ്മയുഗത്തിന് സ്റ്റേറ്റ് അവാർഡ്സിൽ കൺഗ്രാറ്റ്സ് ഓൺ യുവർ സ്റ്റേറ്റ് അവാർഡ്സ്മെന്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ അക്കാഡമി സ്ക്രീനിങ്ങിനും അവസരം കിട്ടിയിരിക്കുകയാണ്. എന്താണ് പരിപാടി? ഈ ഒരു ടീം തന്നെയാണെന്നറിയാം. അപ്പോൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നത്? ഹാപ്പിയാണ്. കഴിഞ്ഞാൽ പോവാണ്. അല്ല, പ്ലാൻ ഇട്ട് തുടങ്ങിയോ എന്തെങ്കിലും പരിപാടിക്ക്? സെലിബ്രേഷൻ DSCയെ ഒന്ന് കുറച്ച് ഹിറ്റ് അടിച്ച് കഴിയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുമാണ് എന്ന് വിചാരിക്കുന്നു. ഈ അക്കാഡമി സ്ക്രീനിങ് കിട്ടി, അതിന് ഒരു സ്പെഷ്യൽ സംഭവം ഇല്ലേ? അത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലോ. അത് രാവിലെ കുറേ ദിവസം മുമ്പേ പറഞ്ഞിരുന്ന ഒരു പരിപാടി വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള മൊമെന്റ് ആണ്. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറെ പടങ്ങളിലൊപ്പം നമ്മുടെ ഒരു പടം സ്ക്രീൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പം DSCയിലേക്ക് വരാം. ഇതൊരു കൺവെൻഷണൽ ഹൊറർ ടെംപ്ലേറ്റിൽ വരുന്ന ഒരു സിനിമയല്ലല്ലോ, ഒരു സൈക്കോളജിക്കൽ ഹൊററാണ്. ഒരുപാട് സൈലൻസ് വെച്ച് കളിക്കുന്നുണ്ട്. ഒരുപാട് ഭയങ്കര വേറെ രീതിയിലാണ് ഈ ഒരു സിനിമ തന്നെ പോകുന്നത്. അപ്പം ചോദിക്കട്ടെ, ഒരുപാട് റെസ്പോൺസസും വരുന്നുണ്ടല്ലോ. അപ്പം നമ്മൾക്ക് 3 പേരോടുമാണ് ചോദ്യം. നമ്മൾ കേട്ടതിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു റെസ്പോൺസ് അതെന്തായിരിക്കും? ഇന്റർനാഷണൽ ആണെന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് പേര് ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണേലും സൗണ്ട്, ഇപ്പോൾ ജയദേവട്ടൻ സൗണ്ട് ചെയ്യുന്നു, ഞാനിവിടെ മ്യൂസിക് ചെയ്യുന്നു, ഞങ്ങൾ ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ ഞങ്ങൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക്കിനുള്ള സ്പേസ് കിട്ടുന്നുണ്ടോ, സൗണ്ടിനുള്ള സ്പേസ് ഉണ്ടോ, രണ്ടും കൂടി ക്ലാഷ് ആവരുത് എന്നുള്ളൊരു കോള്. അത് ഭയങ്കര ഒരു കണക്ഷൻ ഭയങ്കര പൊളിയായിരുന്നു. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഇങ്ങനെയൊക്കെ ഇന്റർനാഷണൽ എന്നൊക്കെ പറയാനുള്ള കാരണം ചിലപ്പോൾ അതായിരിക്കും. കാരണം എല്ലാം വൃത്തിയായിട്ട് കേൾക്കുന്നതുകൊണ്ടായിരിക്കും ആ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് എന്തെങ്കിലും അങ്ങനെ കിട്ടിയത്? ഇത് ആക്ടിങ്ങും കൂടെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പെർസ്പെക്റ്റീവ് ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട് നല്ല പരിപാടിയാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മള് തിയേറ്റർ വിസിറ്റിനൊക്കെ പോകും. ഞാൻ രാവിലെ പോകുമ്പോഴത്തേക്കും കുറെ പേര് എന്റെ അടുത്ത് മറ്റേ ഡിസ്ചാർജ് ആയ ബ്രോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കാലമൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്രയും രജിസ്റ്റർ ആയി എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അങ്ങനെ കുറെ പേര് ഡയറക്ടേഴ്സ് ഒക്കെ വിളിക്കുന്നുണ്ട്. സോ ഹാപ്പി. നിങ്ങൾ 3 പേരും ആക്റ്റീവ്ലി നമ്മുടെ മമ്മൂക്കയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലത്തെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ 3 പേരും അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യുന്നത് കുട്ടനാടൻ ബ്ലോഗിലാണ്. അത് ഒരു സിംഗ് സൗണ്ട് ചെയ്ത പടമായിരുന്നു മമ്മൂക്ക. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുന്ന ബ്രാഹ്മിന്റെ സന്തതികളുടെ സെറ്റിൽ പോയിട്ട് വിളിച്ചിട്ട് ഈ കുട്ടനാടൻ ബ്ലോഗിന്റെ ഡയറക്ടറും ഞാനും കൂടി പോയിട്ടാണ് കാണുന്നത്. നമ്മള് എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ച കൊല്ലായിരിക്കും മറ്റേ പൂമാനമി എന്ന് പറഞ്ഞ പാട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ആ നിറക്കൂട്ടിലെ പാട്ടൊക്കെ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറെ കാലം വർക്ക് ചെയ്ത് ഇതുപോലത്തെ ഒരാളെ നമ്മൾ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഒരു നല്ലൊരു, എനിക്ക് തോന്നുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് ഫുൾ ഷൂട്ടിൽ പുള്ളി സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ സിംഗ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് വരുമ്പോൾ മമ്മൂക്കയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരാൾ. അത് കഴിഞ്ഞ് പിന്നീട് ഗാനഗന്ധർവൻ, പ്രീസ്റ്റ്, ബ്രഹ്മയുഗം, ഈ 4 സിനിമയിലും പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും പുള്ളി മമ്മൂക്ക ടെക്നിക്കലായുള്ള അഡ്വാൻസ്മെന്റിനെ കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും എന്നുവെച്ചാൽ നമ്മൾ വെച്ച് ആലോചിക്കുന്ന പോലെ അല്ലെങ്കിൽ പഠിക്കുന്ന പോലെ പുള്ളിയും അതിനെക്കുറിച്ച് അറിയുന്നുണ്ട് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളി അതുപോലെയാണ് നമ്മളോട് സംസാരിക്കുക. നമ്മളെക്കാളും പ്രായം കുറഞ്ഞിട്ടാണല്ലോ പുള്ളി എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ഇത്. പിന്നെ എന്താ പറയുന്നത്, ഓരോ സമയത്ത് ഇപ്പോൾ പ്രമുഖൻ ഡബ് ചെയ്ത സിനിമയാണ്. ആ ഡബിങ്ങിൽ പുള്ളി കാണിച്ചൊരു മാജിക് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നുവെച്ചാൽ അത് ഭയങ്കര ഒരു വോയിസ് കൊണ്ടൊക്കെ അഭിനയിക്കുന്നത്. ഇപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു ടെക്സ്ചറുള്ളൊരു വോയിസ് ഒക്കെ കിട്ടുക എന്നുള്ളത്, വർക്ക് ചെയ്യുക കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയൽ കിട്ടുക വെച്ചാൽ അതൊരു ഒരു എന്താ ലക്കാണ്. ഇനി ക്രിസ്റ്റോയിലേക്ക് വന്നാൽ കെട്ടിപ്പിടിച്ച് ലോക്ക് ചെയ്ത് നിർത്തി ഈ ഞാൻ ആദ്യം മമ്മൂക്കരെ കാണുന്നത് പ്രവേഗത്തിന്റെ ടൈമിലാണ്. ഷൂട്ടിന്റെ ടൈമിൽ
കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മളിങ്ങനെ ഈ ഒരു നമുക്ക് എന്നെ അറിയില്ല ആ സമയത്ത് എല്ലാരും ഫോട്ടോ എടുക്കണതിന്റെ കൂടെ അങ്ങനെ പോയി നിൽക്കുമായിരുന്നു. പ്രമേഹം കഴിഞ്ഞ് ഡബിന്റെ ടൈമൊക്കെ ആയപ്പോ രാഹുലേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്ക. ആ സമയത്ത് ഫസ്റ്റ് ഹാഫിന്റെ സ്കോർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് മമ്മൂക്ക ഡബ് ചെയ്തത് ചില ഭാഗങ്ങളൊക്കെ. ആ പോയിന്റിൽ മമ്മൂക്ക കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കങ്ങനെ എന്നെ സൂചിപ്പിക്കാൻ പറയുന്നതാണോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പടം മൊത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ടർബോന്റെ ഷൂട്ട് നടക്കണം ആ ടൈമിൽ. ഞാൻ ടർബോയിൽ ഇന്നായിട്ടില്ല. ആ ടൈമിൽ എന്നെ അങ്ങോട്ട് വിളിച്ചു. ആ സമയത്ത് രാജ്ബി ഷെട്ടി ഉണ്ടായിരുന്നു. രാജ്ബി ഷെട്ടിയുടെ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ രാജ്ബീനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയത്. രാജനെ കാണാൻ വേണ്ടി അവിടെ ചെന്ന സമയത്ത് മമ്മൂക്കനെ മീറ്റ് ചെയ്തു. അങ്ങനെ മമ്മൂക്ക കുറെ നേരം ഇത് എന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ മമ്മൂക്കയുടെ അടുത്തിരുന്ന് കുറെ നേരം ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. ആ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ എന്താ നീ ചെയ്തേന്നുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് അത്രയും വർക്കായി ഈ അവാർഡ് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ ജോർജേട്ടനെ വിളിച്ച് അതുപോലെ അത്രയും എൻ്റെ ലക്കാണ് മമ്മൂക്കനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന പടത്തില് ഒരു ഹൊറർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില് മ്യൂസിക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ്. അപ്പനെമേനെയും കൂട്ടി അവിടെ പോയി ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഹാപ്പി ആയില്ലേ? ഓ സന്തോഷം പറഞ്ഞിട്ട് തിരിച്ച് കൺഗ്രാറ്റ്സും പറയണോ? അത് പറഞ്ഞു. അത് ആദ്യമേ അത് പറഞ്ഞിട്ടാ. അടിപൊളി. അരുണിലേക്ക് ബ്രോ ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ മമ്മൂക്കിനെ കാണുന്നത് കണ്ണൂർ സ്ക്വാഡാണ് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ പുള്ളി വൻ ചില്ലാണ്, ഓണാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് ചോദിച്ച് എന്താടാ സ്കൂളിൽ പോയില്ലേ എന്നൊക്കെ. അപ്പം ഭയങ്കര ഫൺ ആളാണ്. പ്രത്യേകിച്ച് പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ഹി നോസ് എവറി സോഫ്റ്റ്വെയർ. നമ്മുടെ അടുത്താണെങ്കിൽ ഗ്രേഡ് ചെയ്യുന്നത് ഇതിലാണോ ഡാവിഞ്ചിയിലാണോ ഇപ്പൊ ചെയ്യുന്നതെന്നൊക്കെ അങ്ങനത്തെ എല്ലാ പരിപാടിയും അറിയാം. അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നീട് ഞാൻ പറയുന്നത് ഞാൻ പ്രോപ്പർ ഇന്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന മമ്മൂക്കയുടെ അന്ന് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തെങ്കിലും കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്തത് പ്രമേഹത്തിന്റെ സമയത്താണ്. പ്രമേഹത്തിന്റെ സമയത്താണ് മമ്മൂക്ക ആസ് എൻ ആക്ടർ ഞാൻ പെർഫോം ചെയ്യുന്നതും ഒക്കെ ഞാൻ രാഹുലേട്ടൻ ഡയറക്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നിന്നൊക്കെ നോക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര സർറിയൽ എക്സ്പീരിയൻസ് ആണ് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ക്രിസ്റ്റോ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ലെജൻഡറി ആക്ടർ വരുമ്പോൾ തന്നെ നമ്മുടെ വർക്ക് എലവേറ്റ് ആവുകയാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് ഈസിലി പീപ്പിൾ ആർ റെക്കഗ്നൈസിങ് ഇറ്റ് ഓൾസോ. സോ ഭയങ്കര മാജിക്കൽ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നു. അടിപൊളി. ഈ പടമായാൽ പോലും ഒരു സൈക്കോളജിക്കൽ ഹൊറർ, ഒരു നോർമൽ ഹൊറർ ടെംപ്ലേറ്റ് വീഴാതെ നമുക്കത് സൈലൻസിൽ വരെ പേടിക്കുന്ന രീതിയിലായിരിക്കും ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ 3 പേർക്കും ഉണ്ടായിരുന്ന ബ്രീഫ് എന്തൊക്കെയായിരുന്നു ഫ്രം ഹിം? എനിക്ക് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു DSR എന്ന് പറഞ്ഞിട്ടൊരു ടൈറ്റിലാണ്. ടൈറ്റിൽ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. കഥയൊന്നുമല്ല, ടൈറ്റിൽ DSR എന്നാണ്. നീ അത് പോയി വായിച്ച് പഠിച്ച് ഫുള്ള് റിസർച്ച് ചെയ്തിട്ട് വാ, 1-2 ലിങ്ക് ഞാൻ തരാം, അത് മൊത്തം പഠിച്ചെടുത്തിട്ട് വന്നിട്ട് ഇത് ചെയ്താൽ മതി, എന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ആദ്യം ചെയ്തത് മൊത്തം ഇരുന്ന് DSR എന്താണ്, അല്ലെങ്കിൽ ഡേ ഓഫ് റാത്ത്, അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടികൾ എന്താണ്, അതൊക്കെ ഒന്ന് വായിച്ചെടുക്കാനും കുറെ പെയിന്റിങ്ങും സാധനങ്ങളും വീഡിയോസൊക്കെ നമ്മൾ റെഫർ ചെയ്തു. അപ്പൊ ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടി നമുക്ക് എന്താണ് പരിപാടി എന്നുള്ളത്. പിന്നീടാണ് ഈ പറയുന്ന പോലെ രാഹുലേട്ടൻ സ്ക്രിപ്റ്റ് വന്നിട്ട് നമുക്ക് ഇപ്പം രാഹുലേട്ടൻ ഇപ്പം ഭൂതകാലം തൊട്ടിട്ട് ഞങ്ങൾ രാഹുലേട്ടൻ്റെ പോസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ഭൂതകാലം പ്രമേഹം DSR. അപ്പം ഹി ഹാസ് സം ക്ലാരിറ്റി. ഈ പടത്തിന് എങ്ങനെ വിഷ്വലി ബ്രാൻഡ് ചെയ്യണം എന്നുള്ള എമൗണ്ട് ഓഫ് ക്ലാരിറ്റി രാഹുലേട്ടനുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഹി വിൽ പിക്ക് ഔട്ട് ഫ്രം ദാറ്റ്. ഇപ്പം നമുക്കാണെങ്കിൽ ഒരു വായിച്ചപ്പോൾ തന്നെ കുറച്ച് വിഷ്വൽസ് കിട്ടിയായിരുന്നു. രാഹുലേട്ടൻ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ റെഡ് വെച്ചിട്ട് വേണമെങ്കിൽ പോവാം, നിങ്ങൾ തിങ്ക് ചെയ്യുന്നു പറഞ്ഞു. ഞങ്ങൾ ഇനീഷ്യലി പിച്ച് ചെയ്തത് വേറൊരു ടോണാലിറ്റിയാണ്. പടത്തിന്റെ ഒരു ലെയർ വെച്ച് വേറൊരു ടോണായിരുന്നു. പിന്നീട് രാഹുലേട്ടൻ പറഞ്ഞില്ലടാ നമുക്ക് വേണമെങ്കിൽ മാറ്റി പിടിക്കാം, പ്രിന്റിന് ചിലപ്പം ഹെൽപ്പ് ആവില്ല. അപ്പം വി കളക്റ്റീവ്ലി ഡിസൈഡ് നമുക്ക് റെഡിന്റെ തന്നെ പല ഹ്യൂ ഓഫ് റെഡും ബ്ലൂ ഒക്കെ വെച്ചിട്ട് പോവാം, അത് പടത്തിന് റെപ്രസെന്റ് ചെയ്യും. അങ്ങനെയാണ് പിന്നെ പോസ്റ്റേഴ്സിലേക്കും പിന്നെ അതിൻ്റെ ഒരു ഇനീഷ്യൽ ആർട്ട് നമ്മൾ വരയ്ക്കുകയൊക്കെ ചെയ്തത്. സോ ഇനീഷ്യലി DSR പഠിച്ചിട്ട് എന്നാണ് പറഞ്ഞത്. ഇത് ആസ് എ പോസ്റ്റർ അല്ലേ? ഞാൻ ചോദിച്ചത് ആസ് ആൻ ആക്ടർ എന്ത് ബ്രീഫ് ആയിരിക്കും കിട്ടിയത്? ആക്ടർ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പോസ്റ്റർ തുടങ്ങിക്കുമെന്ന് പറഞ്ഞ ഏറ്റവും ഒടുവിൽ വായിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചത് നിനക്ക് ഏത് റോള് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ എല്ലാം ചെയ്യാം. ഓ അത് വേണ്ട, എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു കിരൺ എന്ന് പറഞ്ഞ റോള് നിന്നെ വെച്ചിട്ടാണ് എഴുതിയത്. കാരണം ഞാൻ രാഹുലേട്ടനായിട്ട് ഇങ്ങനെ അല്ലാത്തപ്പോഴൊക്കെ ഹാങ് ഔട്ട് ചെയ്യുക, അവിടെ പോയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിന്റെ ശൈലിയും സംസാരവും ഒക്കെ വെച്ചിട്ട് എഴുതിയതാണ്. പക്ഷെ അത് എന്നെ പോലെ അല്ല കേട്ടോ, ഞാൻ അതിൽ ചെയ്ത ക്യാരക്ടർ എന്നെ പോലെ അല്ല. പക്ഷെ നിനക്കത് പറ്റും, നീ അത് നോക്കിയാൽ മതി, കൂടുതൽ ഓവർ തിങ്ക് ചെയ്യണ്ട, ഇതാണ് സാധനം, ബാക്കി തന്നെ നീ എന്താ വെച്ചാൽ പിടിച്ചോ എന്ന് പറഞ്ഞു. അത്രേ എനിക്കൊരു ബ്രീഫായിട്ട് തന്നുള്ളൂ. പിന്നീട് എനിക്ക് കുറച്ച് റിയൽ ഇൻസിഡൻസ് അറിയായിരുന്നു. ഞാൻ രാഹുലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. ഹി വാസ് ഫ്ലെക്സിബിൾ, നമുക്കെന്താ അങ്ങനെ ട്വീക്ക് ചെയ്യാം, അങ്ങനെ ചെയ്തോ, ഇഷ്ടമുള്ള പോലെ പിടിച്ചോ എന്നൊക്കെ. നമുക്ക് അതിലേക്കൊന്ന് തിരിച്ചു വരണം. ക്രിസ്റ്റോന്റെ ഒരു ബ്രീഫ് എന്തായിരുന്നു? ഈ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ ഈ DSR എന്താണ് എന്നുള്ള
ലിങ്ക് എനിക്ക് അയച്ചു തന്നത്. Okay. നമ്മൾ ഇങ്ങനെ സംസാരം വന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഈ നോട്ടുകളെ പറ്റി അല്ലെങ്കിൽ ഇത് മോസാർട്ട് മുതൽ ഉള്ള ആൾക്കാർ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള കാര്യം പിന്നീടാണ് റിസർച്ച് ചെയ്തപ്പോൾ അറിഞ്ഞത്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഈ നോട്ടുകൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പള്ളികളിൽ ആ നോട്ടുകൾ വരാൻ പാടില്ല എന്നുള്ളൊരു സീനൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ റിസർച്ചിന്റെ ഇടയിൽ അറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് ഇത് ഓൾറെഡി കമ്പോസേഴ്സ് ചെയ്തു വെച്ചേക്കുന്ന നോട്ടുകളാണ്. എനിക്കിത് അതുപോലെ തന്നെ ചെയ്തു വെക്കുന്നതിനും എൻ്റെതായ ഒരു ഐഡന്റിറ്റി, ഇപ്പൊ മൊസാർട്ട് ചെയ്തതിലും പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഓരോ ആൾക്കാർ ചെയ്തതിനും അതിൻ്റെതായ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 നോട്ട് മാത്രം എങ്ങനെ എൻ്റെതായ ഒരു സ്വഭാവം കൊണ്ടുവരാമെന്നുള്ള പ്ലാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ അതിൽ നിന്ന് എൻ്റെ ഒരു വെർഷൻ കേൾപ്പിച്ചു. രാവിലെ അത് വർക്കായി. പിന്നീട് നമുക്ക് ഓക്കെ DSCയുടെ തീം അവിടെ നിൽക്കട്ടെ, അല്ലാതെ നമുക്കായിട്ട് നമ്മുടേതായ ഒരു പരിപാടിയും കൂടി വേണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഡയാഫ്രാത്തിലുള്ള ഒരു മെലഡിയിൽ ഒരു ഡിസ്റ്റർബിങ് സസ്റ്റെയിൻ മെലഡി ഉണ്ട്. അത് നമ്മുടെ പടത്തിൽ തീമായിട്ട് ഓരോരോ പോയിന്റുകൾ നമ്മൾ പ്ലേസ് ചെയ്യാനുള്ള പ്ലാനും അങ്ങനെയായിരുന്നു. ചേട്ടനിലേക്ക് വന്നാ രാഹുൽ നെറേറ്റ് ചെയ്തത്. നെറേറ്റ് ചെയ്തു. പിന്നെ അതിൽ വേറെ പ്രത്യേകിച്ചൊരു ബ്രീഫ് അങ്ങനെ തന്നില്ല. പിന്നീട് ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണാൻ പോയി. ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ എനിക്ക് അത് ഫസ്റ്റ് ആയിട്ട് കണ്ട മെറ്റീരിയൽ കിട്ടുമ്പോൾ എനിക്കതിൽ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള എഡിറ്റോറിയൽ റെഫറൻസസ് അതിലുണ്ടാവും. ഷെഫിക്ക് സൗണ്ട്സ് ഇതൊക്കെ വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്ന പല സാധനങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളൊരു ഡയറക്ടർ എങ്ങനെയാണ് അത് കേൾക്കുന്നത് അതിനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത്. ഇതായിരിക്കും എനിക്കുള്ള, അതാണ് എൻ്റെ ബ്രീഫുകൾ. അത് എനിക്ക് ഒരു വെർബലായിട്ടുള്ള ബ്രീഫല്ല, എനിക്ക് ആ മെറ്റീരിയലായിട്ടുള്ളത് കിട്ടുകയാണ്. അപ്പോൾ അതിലാണ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഹാഫ് വർക്ക് ചെയ്ത്, ഞാൻ എല്ലാ സിനിമയും ചെയ്ത് ഫസ്റ്റ് ഹാഫ് വർക്ക് ചെയ്ത് എൻ്റെ ഭാഗത്തുനിന്നൊരു റെഡി ആയിട്ട്, അതായത് ക്രിസ്റ്റോ എനിക്കൊരു സ്റ്റീരിയോ ട്രാക്ക് മ്യൂസിക് അയച്ചു. അപ്പോൾ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഞാൻ ഡയറക്ടർക്ക് ഒരു പ്രിവ്യൂ കൊടുക്കും. ആ പ്രിവ്യൂവിലാണ് നമ്മൾ ഇതെങ്ങനെയാണോ ഇത് പോകുന്നത്, കറക്റ്റായിട്ടുള്ള രീതിയിലാണോ എന്ന് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഒരു എന്താ പറയുക ഫസ്റ്റ് ഹാഫിൽ 2-3 കറക്ഷൻസാണ് എനിക്ക് ആകെ രാവിലെ പറഞ്ഞ ചില പോയിന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ദെൻ സെക്കൻഡ് ഹാഫ് വാസ് ലൈക്ക് മച്ച് ഈസിയർ ഫോർ മീ. അതിൽ ഈ ക്ലിപ്പിൻ്റെ സൗണ്ട് ഞാനൊരു ലൈക്ക് ഈ പടത്തിൽ വളരെയധികം യൂസ് ചെയ്യുന്നതാണല്ലോ ക്ലിപ്പ്. അതുപോലെ ചിലങ്ക, ഈ ചിലങ്കയുടെ സൗണ്ട് അപ്പോൾ എനിക്ക് ഇത്തിരി പേടിയുണ്ടായിരുന്നു. കാരണം അത് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള എസ്പെഷ്യലി ലൈക്ക് ഹൊററിൽ അതെങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ളൊരു ചിലങ്ക എങ്ങനെ പിടിക്കാം. കാരണം ഒത്തിരി ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചിൽ എന്നുള്ളതിനേക്കാളും മാറി കുറച്ചും കൂടി സസ്റ്റൈനും കുറച്ചും കൂടി പതുക്കെയും ചെറിയ അനക്കങ്ങളൊക്കെയാണ് കൊടുത്തത്. പക്ഷെ എനിക്കുള്ള ഡൗട്ടുകൾ ഞാൻ രാവിനോട് പറയും, ചിലങ്ക വർക്കാവും എന്താവും എന്നൊക്കെ ഇന്റർവെൽ ബ്ലോഗിന് മുമ്പുള്ള ഒരു സീനിലൊക്കെ. അപ്പോൾ അതൊക്കെ ബ്രോ അതൊക്കെ കയറിപ്പോക്കോളും എന്നല്ലേ നീ പേടിക്കുന്ന എന്നുള്ള രീതിയിലൊരു സാധനം വരും. പിന്നീട് അത് വർക്ക് ചെയ്തത് ഓക്കെ. ഇപ്പം അത് എനിവേ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു മനസ്സിലായി. ഡേ ഓഫ് റോത്തിലേക്ക് വരണം. കാരണം അതിൽ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു വിഷ്വൽ വീഡിയോയും കൂടെ ഇറക്കിയായിരുന്നു. നിങ്ങളുടെ ടീം തന്നെ ഇറക്കിയ സംഭവം. അതിലെ വോയിസ് ഓവർ രാഹുൽ സദാശിവൻ തന്നെയല്ലേ? അത് രാഹുലിന്റെ വോയിസാണ്. അതെന്താണ് അങ്ങനത്തെ ഒരു റീസൺ വരാൻ കാരണം? അല്ല, അത് നമ്മൾ ആദ്യം ഇങ്ങനെ വോയിസ് വെക്കാം. ആക്ച്വലി ഇതിന്റെ ഇംഗ്ലീഷ് വോയിസ് ഓവർ നമ്മൾ പടത്തിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിന്റെ മലയാളം വേർസ് ജിബിൻ ചേട്ടന്റെ ക്യാരക്ടർ സംസാരിക്കുന്നുണ്ട്. മറ്റേ വായനയിലൂടെ. അതെ. അപ്പോ നമ്മളന്നാ ഒരു പണി ചെയ്യാം, രാഹുലേട്ടൻ സ്റ്റുഡിയോയിലുണ്ട്. രാഹുലേട്ടൻ തന്നെ വെറുതെ ഒരു ഇംഗ്ലീഷ് രാഹുലേട്ടൻ ഇംഗ്ലീഷിലാണ് കഥയൊക്കെ എഴുതണത്. അപ്പൊ അത് ഇംഗ്ലീഷ് രാഹുലേട്ടൻ തന്നെ പിടിക്കാന്നുള്ള പ്ലാനിൽ രാഹുലേട്ടനെ കൊണ്ട് പറയിപ്പിച്ചു. മലയാളം കൂടി പറഞ്ഞു നല്ല രീതിയിൽ അങ്ങനെ. പിന്നെ നമ്മൾ കുറച്ച് എനിക്ക് അതങ്ങനെ അത്രയും വ്യക്തമായിട്ട് കേൾക്കണ്ട എന്നുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നു. എനിക്കത് ഒരു ഏലിയനിഷ് ആയിട്ട് അതിന്റെ ആ വാക്കുകൾ കുറച്ച് ഇവിടെ അല്ല, കുറച്ച് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് നിന്നാൽ മതി. പിന്നീട് ഇനിയിപ്പോ പടം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ വീണ്ടും റീകോൾ ചെയ്യുമ്പോൾ അതിന്റെ വാക്കുകളുടെ ഇത് ഡെപ്ത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ കുറച്ച് പ്രോസസ് ചെയ്ത് കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ട് തന്നെയാണ് അത് വെച്ചേക്കണത്. അല്ല, പുള്ളിയുടെ വോയിസ് വന്ന് ഭയങ്കര ബേസ് ഭയങ്കര വോയിസ് ആർട്ടിസ്റ്റ് ആണ്. സിനിമയിലുള്ള ഈ പ്രേതത്തിന്റെ വോയിസും പരിപാടിയൊക്കെ ഒരുപാട് പുള്ളി ചെയ്തിട്ടുണ്ട്. ബ്രഹ്മയുഗത്തിലെ ചാത്തൻ പുള്ളിയാണ്. പുറത്തിറങ്ങിയിട്ട് അലറുന്ന ചാത്തൻ രാഹുലിന്റെ വോയിസ് ആണ്. അതൊക്കെ ലീക്കാക്കല്ലേ? അല്ല, അത് കുഴപ്പമില്ലല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഈസ് എ വോയിസ് ആർട്ടിസ്റ്റ്. കാരണം പുള്ളിക്കാണ് അത് പ്രോപ്പർലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. കാരണം ഓൾറെഡി പുള്ളിയുടെ ഒരു ഇമാജിനേഷനും വിഷ്ണും വെച്ചിട്ടാണ്. അപ്പൊ അത് ചെയ്ത് പിന്നെ അത് നമ്മൾ പ്രോസസ് ചെയ്തൊക്കെ വേറെ രീതിയിൽ കേൾപ്പിക്കുക. അപ്പം കിരണിലേക്ക് എത്തിയ കഥ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു എന്ന് വെച്ചാൽ കുറെ നാള് ചാൻസ് ചോദിച്ചിരുന്നു, പിന്നെ കരയാൻ അറിയുമോന്ന് ചോദിച്ചു. എന്നിട്ട് അവസാനം കരഞ്ഞ് അടിപൊളിയാക്കി. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഞാൻ പിന്നെ കേട്ടിട്ടുമുണ്ട്, അതായത് എല്ലാ സെറ്റിലെല്ലാവരും ചിരിച്ചു കളിച്ച് നിൽക്കുകയാണെങ്കിൽ പോലും ബ്രോ മാറി നിന്ന് സോളിറ്റ്യൂഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ കട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് കാമാവാൻ ടൈം ഉണ്ടായിരുന്നോ? കാമായോ? ഞാൻ കാമാണ് എപ്പോഴും. ഞാനീ പറയുന്ന പോലെ സെറ്റില്
കുറച്ച് ഒതുങ്ങി നിൽക്കാൻ നോക്കിയായിരുന്നു, കുറച്ച് മിണ്ടാതെ. ഞാൻ പൊതുവെ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇപ്പം സംസാരിച്ചപ്പോ രാവിലെ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ ഒതുങ്ങിയിരിക്കണാണ്ട് ഇപ്പൊ എന്താടാ മിണ്ടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്നായിരുന്നു ഒരിക്കൽ. പിന്നെ പുള്ളി വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും ചെയ്തോട്ടെ, അഭിനയിക്കാൻ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിക്ക്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഇസ് ഹെൽപ്പ് മീ. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രാന്തായി. ഇങ്ങനെ ഒന്നും പറയാനും പറ്റുന്നില്ല, ആരുടെ സംസാരിക്കാൻ പറ്റുള്ള. ഞാൻ പിന്നെ അത് ആലോചിച്ച് തന്നെ ഇങ്ങനെ ഇരുന്നു, വിച്ച് ഇസ് ഹെൽപ്പ് മീ എന്ന് തോന്നുന്നു. ഒരു പരിധി വരെയുള്ള ഒരു ബുദ്ധിമുട്ടിന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ വലിയ പ്രോസസ്സ് പിടിക്കാൻ നോക്കിയൊന്നും അല്ല. അത് ബേസിക് ആയിട്ട് കേട്ടപ്പം സോണിലേക്ക് കയറി. ഞാൻ ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് സോൺ ഔട്ട് ആവാൻ ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ സോണിൽ കയറി പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈസിലി ഐ കെൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. കാരണം ഇത് പ്രത്യേകിച്ച് പറയേണ്ടത് മറ്റേ ഫുട്ബോൾ അടിക്കുന്ന ഷോട്ടില് ഞാൻ ബ്രോന്റെ 2 വട്ടം ഞാൻ സിനിമ കണ്ടു. 2 വട്ടവും ഈ കൈ വിറയ്ക്കുന്ന സിഗരറ്റ് പിടിച്ചിട്ട് കൈ വിറയില് ഭയങ്കര വിറയില്. അത് കണ്ടിട്ട് എനിക്ക് ടെൻഷൻ ആവുന്നു. ആ ഒരു രീതിയിലായി. അപ്പം ആ ഒരു രീതിയിൽ എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആ സംഭവം ഈ ഷേക്കിംഗ് ഒക്കെ വരണമെങ്കിൽ എനിക്ക് തോന്നുന്നു നാച്ചുറലി എനിക്ക് തലേദിവസം ഇച്ചിരി ഉറക്കം കുറവായിരുന്നു. അപ്പൊ ഒരു ക്ഷീണം ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ നേരം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാന്തായ എന്റെ ഒരു ബുദ്ധിമുട്ടുകളും. പിന്നെ എനിക്ക് രാഹുലേട്ടൻ ഹാഡ് എ വിഷൻ. പുള്ളി ഇങ്ങനെ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്ക് ഈ സീനിൽ ഇങ്ങനെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിനക്ക് കുറെ ബുദ്ധിമുട്ടുകൾ അകത്തുണ്ട്, പക്ഷെ നീ കാഷ്വൽ ആണ്, ഭയങ്കര റിലാക്സ്ഡ് ആണ്, പക്ഷെ നീ നിൽക്കുന്നതിലൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടും, നീ പോക്കറ്റ് കൈയിടുക അങ്ങനെ എന്തെങ്കിലും നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നീ കാമാണ്, നീ മറ്റേ ഇളകരുത്. ഞാൻ ആദ്യം ഒരു ഓപ്ഷൻ ചെയ്തതിലൊക്കെ കുറച്ചുകൂടെ ഞാൻ മൂവിങ് ആയിരുന്നു, ഞാൻ സ്പീഡിൽ സംസാരിക്കുക. അപ്പൊ രാവിലെ പറഞ്ഞ് നീ കാമാണ്, നിനക്ക് പ്രശ്നങ്ങളില്ല, പക്ഷെ ഉള്ളിൽ പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് പിടിക്കാം. പക്ഷെ അത് 1-2 പരിപാടി തന്നെ നിർത്തിയായിരുന്നു ടേക്ക് വൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്ത് പിടിച്ചതാണ്, തിങ്ക് ചെയ്തപ്പോ കിട്ടിയതാണ്. അടുത്തത് ഒരു സീക്വൻസ് നമുക്ക് ചോദിക്കാം, ഒരു ബ്രേക്ക് ഡൗൺ തന്നെ ചെയ്യാം, ഒരു അനാലിസിസ് തന്നെ ചെയ്യാം. അത് ദി ഐക്കോണിക് മറ്റേ ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് ബ്രോയിന്റെ ടെറസ് സീന്. അത് 3 പേരോട് എനിക്ക് ചോദ്യമുണ്ട്. കാരണം 3 ഡിപ്പാർട്ട്മെന്റ്സും പീക്ക് സ്പോയിലർ അലേർട്ട് ഇടാം, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ പീക്ക് ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ ആസ് ആൻ ആക്ടർ എന്തായിരുന്നു ആ ഒരു സീൻ ചെയ്തപ്പം, ആ സീക്വൻസ് ചെയ്തപ്പം? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങനെ ഒരു പരിപാടി അത് കാണാനും അതിന്റെ ഭാഗമാവാനും. സോ ആക്ടർ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ഒരു സീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അനുഗ്രഹമാണ്. അപ്പം ഈ സീനിൽ ഒരുപാട് പേര് കൊളാബറേഷൻ സംഭവിച്ചായിരുന്നു. ഓൺ സെറ്റ് ആണെങ്കിലും ഒരു ഗംഭീര എന്താ പറയുക, പ്രാക്ടിക്കലി അത് പുൾ ഓഫ് ചെയ്യണമെങ്കിൽ ഒരു ഗംഭീര സ്റ്റണ്ട് ടീം വേണ്ടി വരുമായിരുന്നു. പിന്നെ അത് വെരി വെല്ലായിട്ട് ഷെഹനാദിക്ക ക്യാപ്ചർ ചെയ്യും. രാവിലെ ഒരു പ്രോപ്പർ വിഷൻ ഉണ്ട്, എങ്ങനെ ഇത് കാണുമ്പോൾ പെയിൻ തോന്നണം. ഈ ഒരു സർട്ടൻ സീൻ കാണുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസും പെയിനും തോന്നണം. സോ അതിന് അറ്റ് ദി എൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഡ് വിത്ത് ലൈക്ക് മ്യൂസിക്കും അതിന്റെ സൗണ്ടിങ് ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കണ്ടിരുന്ന സാധനങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഗംഭീര സ്റ്റണ്ട് ടീം വന്ന് അതൊരു 2 നൈറ്റ് എടുത്ത് പുൾ ഓഫ് ചെയ്ത ഒരു സീക്വൻസ് ആണ്. അതിന് എന്താ പറയുക, പ്രോപ്പർ ആ ഹൈറ്റിൽ തന്നെ ചെയ്ത് കുറെ മെക്കാനിസംസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാനത് കൂടുതൽ പറയും തോറും അത് കാണുമ്പോൾ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു സർപ്രൈസും അതിൻ്റെ ഒരു ഞെട്ടലും ചിലപ്പോൾ കുറഞ്ഞേക്കും. സോ ഒരുപാട് പേര് കൊളാബറേഷൻ ആയിരുന്നു. സോ ആസ് എൻ ഓഡിയൻസ് ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്ന്. പ്ലസ് എനിക്കത് അവിടെ വെച്ചിട്ട് അനുഭവിക്കുമ്പോൾ ഒരു ഭയങ്കര ത്രില്ലായിരുന്നു അത് ചെയ്യാനും അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമാവാനൊക്കെ. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന് അതില് എനിക്ക് തോന്നുന്നു സൗണ്ട് എഫക്ട്സും സൗണ്ട് ഡിസൈനും ഉണ്ട്, ഇതുപോലെ മ്യൂസിക്കും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്തത്? ആ മേജർ പോയിന്റിൽ നമ്മൾ ആക്ച്വലി ഫുൾ കട്ട് ചെയ്യുക. ഈവൻ സ്കോർ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ഒന്നുമില്ല ആക്ച്വലി ആ ഒരു പോയിന്റിൽ. അത് ഭയങ്കര അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പിന്നെ അതിന് മുമ്പായിട്ടുള്ള ഒരു മറ്റേ അപ്പുചേട്ടൻ പ്രണവ് നോക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒരു പാനിങ് ഒക്കെ വരുന്ന ഷോട്ട്. അവിടെ നിന്ന് നമ്മളൊരു ബിൽഡപ്പ് സ്കോറിൽ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ജയദേവട്ടൻ ടേക്ക് ഓവർ ചെയ്യുന്നു, സൗണ്ട് വരുന്നു. പിന്നെ അവിടെ നമ്മളൊരു ബ്രേക്ക്. ആ സീൻ ഓർമ്മയുണ്ടല്ലോ, ആ സീനില് വീഴുന്നേക്കാളും മുമ്പ് തൊട്ടേ ആ സീനിന്റെ ഒരു ബിൽഡപ്പ് വരുന്നുണ്ട്. ചെന്നെങ്കിൽ അതൊരു എന്താ പറയുന്നൊരു ഡെഫിനിങ് സൈലൻസ്, അതൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള സൈലൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. വളരെ റിതമിക് ആയിട്ടുള്ള ചില ഇൻസെക്ട്സ്, അതിൽ ചില പർട്ടിക്കുലർ ഷോട്ടിൽ ഇപ്പോൾ പ്രണവിൻ്റെ POVന്ന് ഇയാളുടെ ഷോട്ടിലേക്ക് പോകുമ്പോൾ പിന്നീന്ന് ആ ഇരുട്ടിന്ന് ചെറിയ ചെറിയ എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നു. അങ്ങനെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നിട്ടാണ് പിന്നീട് പ്രണവ് ഒരു സൗണ്ട് കേട്ട് തിരിഞ്ഞ് നോക്കുന്നതും അയാൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ വന്ന് അയാൾ ഇങ്ങോട്ട് നോക്കുന്നതും. അങ്ങനെ അവിടെ തൊട്ടാണ് പിന്നെ മ്യൂസിക് കയറുന്നത്. ആ ഒരു പാനിങ് തൊട്ട് അവിടെ മ്യൂസിക്കിലേക്ക് കയറി പിന്നെയുള്ള കട്ടുകൾ എന്ന് പറഞ്ഞാൽ ക്യുക്കായിട്ടുള്ള കട്ടുകളാണ് വെച്ചാൽ അത് ഷഫീഖ് അതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 2-3 കട്ടിൻ്റെ ഉള്ളിൽ ആ കട്ട് തീരുന്നത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സംഭവം നടന്നു കഴിയുമ്പോഴാണ്
ഇങ്ങനെയുള്ള സാധനം വരുന്നതെന്ന് അറിയാം, എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് പല പല സംഭവം നടക്കുന്നുണ്ടല്ലോ അതിൽ. അപ്പോൾ അത് അങ്ങനെ ഒരു ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള കട്ടുകളും എന്ന് പറയുന്ന സൗണ്ട് എഡിറ്റിങ്ങും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മ്യൂസിക് വെക്കണോ വേണ്ടയോ എന്നുള്ളത് അതായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. അത് അയാളെ ആ വഴിക്ക് വിട്ടു, ആ പർട്ടിക്കുലർ ഓഹനെ അയാളത് എന്താ പറയുന്ന അതിൻ്റെ ഒരു ഷോക്ക് അയാൾക്ക് ഫീൽ ചെയ്തത് ആ സൈലൻസിലാണ്. ക്രിസ്റ്റോ കുറച്ച് പേടിച്ചിട്ടൊക്കെയാണ് ചെയ്ത്, ഇടയ്ക്ക് ഒന്ന് പാട്ട് കേൾക്കുമ്പം ഒന്ന് ഒറ്റയ്ക്ക് രാത്രിയിലൊക്കെ ചെയ്യുമ്പം പേടിച്ചിട്ടാണ്. ഇല്ല, അതല്ല, ഈ DSCR ചെയ്യുന്ന ടൈമിൽ പേടിച്ചിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്യേണ്ട ടൈമിൽ എനിക്ക് ഉണ്ടായിരുന്ന പേടി ഇത് ആൾക്കാർ പേടിയാവോ എന്നുള്ള പേടിയായിരുന്നു. പേടി കിട്ടുന്നുണ്ടോ എന്നുള്ള പേടിയായിരുന്നു കൂടുതൽ. ടെൻഷന്റെ പേടി. അതെ, ടെൻഷന്റെ പേടി. അപ്പോ രാവിലെ ആയിട്ട് വിളിക്കുമ്പോ ഒരു പേടി വരാറില്ലേ? അതെ അതെ, ആ ഒരു പേടി. അത് സംഭവമായോ? അപ്പം ബ്രഹ്മയുഗത്തിൽ നിന്ന് വീണ്ടും ഒരു ഹൊറർ ഇതിലേക്ക് വരുമ്പോഴത്തേനും എന്ത് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നായിരിക്കും. ഒബ്വിയസ്ലി നമ്മുടെ ടെറൈൻ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറുകയാണ്, പക്ഷെ എന്നാൽ പോലും സൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും മാറ്റി പിടിക്കണം എന്ന് തീരുമാനിച്ചു. അല്ല, ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഓരോ വർക്ക് കഴിയുമ്പോഴും ഇതുവരെ വന്നത് ആവരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ പടം ചെയ്യണം. അപ്പോൾ ബ്രഹ്മയുഗം ഒരു ഹൊറർ സ്വഭാവമുള്ള സിനിമയാണ്, ഇവിടെയും ഹൊററാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ ആവരുത്. ഞാൻ എല്ലാവരോടും ഇപ്പോൾ എൻ്റെ ബോയ്സിനോടൊക്കെ ഞാൻ ഓരോ സീക്വൻസ് ചെയ്ത് കഴിയുമ്പോൾ എടാ ഇത് ബ്രഹ്മയുഗം പോലെ ആയിട്ടില്ലല്ലോ അല്ലേ എന്നുള്ള സാധനം എപ്പോഴും ചോദിക്കും. കാരണം അത് എന്നെ പോളിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിനു വേണ്ടി പുതിയ സൗണ്ട്സ് കണ്ടുപിടിക്കുക, ഓരോ ഇൻസ്ട്രുമെന്റ്സിനും ആ ഇൻസ്ട്രുമെന്റ്സിന്റെ എങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് ആ ഇൻസ്ട്രുമെന്റ്സിനെ കേൾപ്പിക്കാം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ മെലഡി ഇല്ലേ, ഒരു ഡേ ഓഫ് റാത്തിൽ വരുന്ന അല്ലെങ്കിൽ പടത്തിന്റെ തീം മുതൽ സ്റ്റാർട്ടിങ് മുതൽ വരുന്ന മെലഡികളിലൊക്കെ ആക്ച്വലി അത് ചെല്ലോയാണ്, ആ ഇൻസ്ട്രുമെന്റ് ചെല്ലോയാണ്. പക്ഷെ അത് ചെല്ല ആയിട്ടല്ല ഞാൻ സൗണ്ട് ചെയ്യിപ്പിച്ചേക്കുന്നത്. ഞാൻ തന്നെ ചെല്ലോ ജസ്റ്റ് 3 നോട്ട് പ്ലേ ചെയ്തിട്ട് അതിനെ പ്രോസസ് ചെയ്ത് കുറച്ചൊരു വേറൊരു ജിയോട് ചെലവാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ സൗണ്ടിന്റെ ഒരു കാര്യം കൂടി ചോദിക്കണം. നേരത്തെ പറഞ്ഞിരുന്നുണ്ട്, ഇപ്പം ഒരു മോട്ടീവ്സ് ആയിട്ടാണ് ഇപ്പം ക്ലിപ്പാണെങ്കിലും നമ്മുടെ ചെലങ്കയാണെങ്കിലും ഇതൊക്കെ വരുന്നത്. ഇപ്പം ഞാൻ 2ാമത്തെ വാച്ചിലാണ് പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. ചില സമയം ചെലങ്കയുടെ സൗണ്ട് ഇല്ല, അപ്പം വേറെ ഒരാളുടെ പ്രസൻസ് ഉണ്ടോ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ നമുക്ക് തോന്നിക്കുമല്ലോ. അപ്പം ഇങ്ങനത്തെ ഒരു പടം വരുമ്പോഴത്തേനും സൗണ്ട്സ്കേപ്പ് ഇങ്ങനത്തെ ഒരു സൗണ്ട് പിടിക്കാം എന്ന് തീരുമാനിക്കുന്നത് ഏതൊരു പോയിന്റിലാണ്? അപ്പോൾ നമ്മൾ ഒരു എഡിറ്റ് കൈ കിട്ടി നമ്മളൊരു പടം കണ്ടു തുടങ്ങുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10-15 ഡേയ്സ് എങ്കിലും എടുക്കും അതൊന്നും മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ വരുന്ന വളരെ മെക്കാനിക്കലായിട്ട് അതിലേക്ക് ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ സൗണ്ട് എഡിറ്റ് ചെയ്യുന്ന അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വളരെ, അപ്പോൾ അവരിരുന്ന ഓരോ സംഭവങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്ന് ആഡ് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിലെത്തിയിട്ട് അവർ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് മനസ്സിലാവും, അതായത് ഇതാണ് വരേണ്ടത്, ഇതാണ്. അപ്പോൾ ഇതിലാദ്യം തന്നെ നമ്മളിപ്പോൾ എൻ്റെ ടീമിൽ ഇപ്പോൾ പ്രേം, അലൻ, ഷമീർ ഇവരാണ് ഇതിൽ സൗണ്ട് എഡിറ്റ് ചെയ്ത മെയിനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരോട് നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ സൈലൻസ് എന്തായാലും വേണം. പക്ഷേ ഈ സൈലൻസ് എന്ന് പറയുന്ന സംഭവം കേൾക്കും വേണം, ടു മേക്ക് ഇറ്റ് ഹേർഡ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചാൽ നമ്മൾ ഒരു സൗണ്ട് ഇടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലൻസ് ആവില്ല. അപ്പോൾ പിന്നെ നോയ്സാണ് കേൾക്കാൻ പോകുന്നത്, തിയേറ്ററിൽ നോയ്സ്. അപ്പോൾ മാത്രമല്ല നമ്മൾ അറ്റ്മോസ്ഫിയറാണ് മിക്സ് ചെയ്യുന്നത്, ഇത്രയധികം സ്പീക്കേഴ്സും ഇതൊക്കെ ഉണ്ട്, അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ആ സൈലൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സൈലൻസ് ഫുൾ അടച്ചുപൂട്ടി ചില്ലക്കിയിട്ട് അടച്ചുപൂട്ടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഉള്ളിൽ, അതായത് ഒരു സെൻട്രലൈസ്ഡ് AC കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ആദ്യം AC സൗണ്ട് ഇട്ട് നോക്കും, അത് വർക്കായില്ല. കാറ്റിട്ട് നോക്കും, വർക്കായില്ല. അങ്ങനെ പല പല സൗണ്ട് ഇട്ട് നോക്കിയിട്ട് അവസാനം നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തത് അതിൽ കടലിൻ്റെ സൗണ്ടാണ്. കടലിൻ്റെ സൗണ്ടിൽ കടലിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു ബേസ് മാത്രം എടുത്തിട്ട് ആ ബേസാണ് ഈ സൈലൻസിൽ മൊത്തം കിടക്കുന്നത്. അത് ബേസ് ഇങ്ങനെ കേൾക്കില്ല, അങ്ങനെയുള്ളൊരു സംഭവത്തിൽ കൊണ്ടുവരും. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോഴാണ് എന്താ പറയുക, പിന്നെ ഇയാളുടെ മ്യൂസിക് വരും. അപ്പോൾ ഇയാളുടെ മ്യൂസിക് എവിടെയാണ് അതിൽ നിൽക്കുന്നത്, അതായത് ഏത് സ്പെക്ട്രത്തിലാണ് നിൽക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ സൗണ്ടുകൾ ചെറുതായിട്ട് ട്വീക്ക് ചെയ്യും, അങ്ങനെ കൊണ്ടുവരും. അതുപോലെ ജയതാരൻ ആദ്യം പടത്തിലൂടെ നമ്മൾ രണ്ടുപേരും ഇന്നായ സമയത്ത് ജയതാരൻ എടുത്ത് പറഞ്ഞു, ഇത്രയും നല്ല വീട്ടിൽ ഞാൻ എന്ത് കാണിക്കാനുള്ള രീതിയിൽ ആദ്യം ജയതായിട്ട് ചോദിച്ചായിരുന്നു. പറഞ്ഞ പോലെ ഇപ്പൊ ബ്രഹ്മയുഗത്തിലെ വീടിന്റെ ഡോറൊക്കെ തുറക്കുമ്പോ സൗണ്ട് ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഈ വീട്ടിലെ ഡോറ് ഈ സിനിമയിലെ സൗണ്ടിന്റെ ഒരു ബേസിക് അതിന്റെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക്, അതായത് ഒരു സീനില് പ്രണവ് വന്നിട്ട് വാതിലേക്ക് ചെവി വെക്കുന്ന ഒരു സീനുണ്ട്. അത് ചെവി വെക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അതായത് ഞാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന സൗണ്ട് അല്ല. അങ്ങനെ ഭയങ്കര മിനിമലാണ് അത് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ ചെറിയ ചെറിയ സാധനങ്ങൾ, പക്ഷെ അതൊക്കെയാണ് ആളുകൾക്ക് വർക്കാവുന്നത്. ഇപ്പം നമ്മൾ എന്നോട് 2-3 ഫോൺ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്, അതായത് നമ്മൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞുള്ള ഒരു സീനിൽ ആ ഫുഡ് സ്റ്റെപ്പ് ദാറ്റ് ബിക്കം ലൈക്ക് എ മ്യൂസിക്. അതൊരു
ബൂം. അതായത് ആ വർത്താനം പറഞ്ഞു വരുന്ന ആളുടെ ഒരു എന്താ പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് പതുക്കെ 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 വന്ന്, അപ്പോൾ ആ വീട് എന്ന് പറഞ്ഞ് നമ്മളത് എന്താ പ്രോസസ്സ് ചെയ്തൊന്ന് കുറച്ച് റിവർബറേറ്റ് ചെയ്ത് ആ വീടിൻ്റെ വലിപ്പം, മുറിയുടെ വലിപ്പം, അടഞ്ഞു കൂടി കിടക്കുന്ന വീട് എന്നൊക്കെ ഉള്ള ഒരു ഫീല് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് പതുക്കെ. അടിപൊളി. അരുണിന്റെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി ഉടനെ തന്നെ കുറേ ട്രോൾ പോസ്റ്റ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ചെക്കൻ 2 സീനേ ഉള്ളെങ്കിലും കത്തിച്ചു എന്ന്. അത് കാണുമ്പോൾ എന്തായിരുന്നു തോന്നിയത്? സന്തോഷപൂർവ്വം, ഞാൻ പ്രതീക്ഷയില്ല അങ്ങനെ വരുമെന്ന്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു അങ്ങനെ കാണാനൊക്കെ. വെരി ഹാപ്പി. യെസ്. അല്ല, ഇപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുക, സ്കൂൾ ബസ്സിലൂടെ ഫീച്ചർ ഫിലിംസിൽ ചെയ്തു വന്നു, പൂക്കാലം ഫുൾ ലെന്ത് വന്നിരുന്നു, ലിറ്റിൽ ആർട്സിൽ വന്നിരുന്നു. അപ്പം ഇതിലായിരിക്കും എനിക്ക് തോന്നുന്നു പേഴ്സണലി സ്പീക്കിംഗ് ഒരുപാട് ഭയങ്കര അപ്രീസിയേഷൻ അറ്റ് എ ടൈം കിട്ടിയതല്ലേ. അപ്പോൾ അന്നേരം ആ ഒരു തോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു അപ്രീസിയേഷൻ ലാർജ് സ്കെയിലിൽ വരുമ്പോൾ. ഞാനിപ്പം ഇപ്പൊ പടക്കളം അഭിനയിച്ചപ്പോഴും പീപ്പിൾ നോട്ടിസ്ഡ് അത് കൊള്ളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതില് ഞാൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിന് 3 ഡിഫറെന്റ് ആയിട്ടൊരു പരിപാടിയാണ്. അപ്പം ആസ് ആൻ ആക്ടർ അറ്റ് ദിസ് സ്റ്റേജ് ഇങ്ങനെ ഒരു റോള് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യം. സോ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷമാണ്. സോ ഒരുപാട് പേര് ഇപ്പം യങ്സ്റ്റേഴ്സ് ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ അതിന് ഭയങ്കര കോമിക്കലായിട്ടും ലൈക്ക് ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജ് ആയോ, കാമാണോ ബ്രോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് വിടുന്നുണ്ട്. അതേസമയം ഇപ്പം കുറച്ചുകൂടെ ഞാനിപ്പോ വലിയ ആൾക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് മോനെ ശരിക്കും നീ പറ്റൂ മോനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നുന്നത്. ഒരു അറ്റ് ദിസ് പോയിന്റ് ഗെറ്റിംഗ് സച്ച് എൻ അപ്രിസിയേഷൻ ഇസ് ഓൾവേസ് ഹാപ്പി. അപ്പം അടിപൊളി സന്തോഷം. യെസ്. അപ്പോൾ അരുൺ ആസ് ആൻ ആക്ടറും ഉണ്ട്, അരുൺ ആസ് എ പോസ്റ്റർ ഡിസൈനറും ഉണ്ട്. രണ്ടും എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ടീമുണ്ട്, നല്ല വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ആ ടീമിന് അത് ഭയങ്കര ഈസി ആയിട്ട് അതിൻ്റെ എക്സിക്യൂഷനും പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ സോ നമ്മളെല്ലാം നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തീർക്കാന്നുള്ളത്. ഇപ്പം പക്ഷെ പാരലൽ നടക്കും. ഞാനിപ്പോൾ DSCയുടെ സെറ്റിലാണെങ്കിലും ഇടയ്ക്ക് എനിക്ക് കോൾസ് വരുന്നതൊക്കെ നമ്മൾ ഇതിന്റെ പോസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റുകളും അതെങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു. അവിടെ നിന്ന് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അവിടെ നിന്ന് വലുതായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പൊ ഞാൻ പടക്കളം ചെയ്യുന്ന സമയത്ത് ഷൂട്ട് കഴിഞ്ഞിട്ട് 6 മണിക്ക് ഞാൻ നേരെ റൂമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ റൂം അടച്ച് ലാപ്പ് എടുത്ത് പരിപാടി തുടങ്ങുക. അതെ അതെ അതെ. ഇപ്പം പണി നടക്കണമല്ലോ. പിന്നെ ഇടയ്ക്കും കോൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുക, പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരു നല്ലൊരു ടീം ഉള്ളതുകൊണ്ടിട്ട് സ്മൂത്ത്ലി അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പോസ്റ്റേഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് ഈസ്റ്റർ എഗ്സ്, ഭയങ്കര ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ലോകയായാലും ബ്രഹ്മയോഗയായാലും DSCയിലായാൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞ ആൾക്കാർ വന്ന് ഡീകോഡ് ചെയ്തിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കാറില്ലേ? ചില പോസ്റ്റേഴ്സിൽ ചിലപ്പം നമ്മളിത് ചെയ്തു പക്ഷെ ഡീകോഡ് ചെയ്തില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ചില സമയത്ത് ഡീകോഡി കൂടി പോകാറാണ്. പുതിയ കഥയൊക്കെ വരുന്നു കമന്റിൽ. ഞാൻ ശരിക്കും ഞെട്ടിയത് പറഞ്ഞ ബ്രഹ്മയുഗത്തിന്റെ ടൈറ്റിൽ ലുക്ക് നമ്മളൊരു പടം വരച്ച് പുറത്തു വിട്ടായിരുന്നു. അതിന്റെ കമന്റില് ഏകദേശം ബ്രഹ്മയുഗത്തിന്റെ പോലത്തെ ഒരു കഥ ഒരുത്തൻ കമന്റ് ആയിട്ട് ഇട്ടേക്കുന്നു. അന്ന് ഞാൻ ഞെട്ടിപ്പോയി. രാവിലെ ആയിട്ട് വിളിച്ചിട്ട് എടാ ഇതെങ്ങനെ, ഇത് നീയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കറിയില്ല, വേറെ ഏതോ അക്കൗണ്ട്. പക്ഷെ ഡീകോഡ് ഇപ്പം നമ്മൾ ഇതിനും ഒരു ആർട്ടാണ് ആദ്യം പുറത്തു വിട്ടത്. അപ്പം അതിന് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് വരുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ് ഫോർ എ ഫിലിം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നല്ല എൻഗേജ്മെന്റ് ആണ്. ആ പടത്തിന്റെ കഥയെ കുറിച്ച് ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്, അവരുടെ പെർസ്പെക്റ്റീവ് പറയുന്നു. സോ ഓഡിയൻസ് ഇസ് വെരി അഡ്വാൻസ്ഡ്. നമ്മൾ എന്തൊരു ചെറിയ വര വരച്ചാലും അതെന്തോ പരിപാടി ആയിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. ചില സമയം അവർ വിചാരിക്കും ഇല്ല ഇത് മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. സോ നമുക്ക് അവരെ ഫൂൾ ചെയ്യാൻ പറ്റത്തില്ല അറ്റ് ദി എൻഡ്. സോ ഡീകോഡിങ് സംഭവിക്കാറുണ്ട്. നമ്മൾ ചില സാധനം ഇപ്പൊ ഇട്ടിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നില്ല DSCയില് ആൾക്കാർ കൂടുതൽ ഡീകോഡ് ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒരു സാധനം ഡീകോഡ് ആവണേ എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഡീകോഡ് ചെയ്യുന്ന പോലെ ഇല്ല. അത് എപ്പോഴേലും ഒരു പോസ്റ്റർ നമ്മൾ ഇങ്ങനെ ഒരു നൈസ് ഒരു സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പടം കണ്ടിട്ട് ഇനിയും പയ്യെ ചിലപ്പോൾ OTTയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ചർച്ച ചെയ്യും, ശ്രദ്ധിക്കുന്നത്. അതെ, ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള ആരെങ്കിലും ഇങ്ങനെ ഡീകോഡ് ചെയ്തിട്ടുണ്ടോ? എടാ നീ ഇതാണോ ഇതിൽ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞ മനസ്സിൽ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് അങ്ങനെ ഇതുവരെ ഇല്ല. എനിക്ക് തോന്നുന്നു നിമിഷേട്ടനൊക്കെ ഓരോന്ന് കണ്ടിട്ട് വിളിച്ചിട്ട് പറയും സത്യം പറയും ഇത് ഉദ്ദേശിച്ച് തന്നെയാണോ ചെയ്തത് അതോ ചുമ്മാ ചെയ്തതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം അങ്ങനെ തമാശകൾ സംഭവിക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ആൾക്കാരായിട്ട് കണക്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു ഭാഗ്യം സംഭവിക്കുന്നുണ്ട്. ഇനി ഒന്ന് സൗണ്ടിലേക്ക് വരാം, ജയദേവൻ ചേട്ടനിലേക്ക് വരാം. കാർബൺ, കുമ്പളങ്ങി നൈറ്റ്സ്, മായാനദി, വിഷ്വൽ ക്ലാസിക്സിൽ പോലും സൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് കാണിച്ചിട്ടുള്ള ഒരാളാണ് ജയദേവൻ ചേട്ടൻ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വിഷ്വലി, അതായത് സിനിമാറ്റോഗ്രാഫർ ആകാനായിരുന്നു ആഗ്രഹം, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സൗണ്ട് എടുത്തു.
അതുകൊണ്ട് ദാറ്റ് ഹാസ് ഹെൽപ് യു ആസ് ഇൻ വിഷ്വലി നമുക്കൊരു സംഭവം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സൗണ്ടിൽ നമുക്കത് റെസിപ്രോക്കേറ്റ് ചെയ്യാം. ഷുവറായിട്ട്. കാരണം സിനിമ അക്കാദമിക്കലി പഠിക്കാൻ പോയതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. ഓക്കെ. അത് എന്താന്ന് പറയുന്നത് വെച്ചാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന് പറയുന്നത് സൗണ്ട് ഇത് മാത്രം പറഞ്ഞിരിക്കാതെ ഇതിൻ്റെ മറ്റ് മേഖലയിലെ ആളുകളെ കൂടിയും ഉൾപ്പെട്ട് അതിൻ്റെ ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യുന്നതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ആ ഒരു ട്രെയിനിങ്ങിനുണ്ട്. നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പല റെഫറൻസസും ഉണ്ട് വർക്ക് ചെയ്യുമ്പോൾ. നമ്മൾ കണ്ട സിനിമകളും നമ്മൾ അക്കാദമിക്കലി പലതും അനലൈസ് ചെയ്തിട്ടും പഠിച്ചതൊക്കെയുള്ള സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് റെഫറൻസസ് ഉണ്ട്. നമ്മൾ പഠിച്ച സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്ന സമയത്ത് ദിവസം 1-2 സിനിമ മസ്റ്റായിട്ട് കാണും. ലോകത്ത് ആദ്യം അങ്ങനെയുള്ളൊരു കോളേജ് വേറെ ഉണ്ടാവില്ല. അതായത് സിനിമ കാണുമെന്ന് എല്ലാവരും പറയുന്നൊരു കോളേജ്. അപ്പോൾ അതുപോലത്തെ അത് വലിയൊരു ഹെൽപ്ഫുള്ളാണ്. അത്രയധികം സിനിമ കാണാൻ പറ്റി എന്നുള്ളത്. നല്ല സിനിമകൾ ഒരുവിധം നല്ലൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പം അവിടെ അത് മാത്രമാണ് ചർച്ച. അപ്പോൾ പല രീതിയിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസ്റ്റൻസസ് പെർട്ടിക്കുലർലി ഈ സിനിമയിൽ വിഷ്വലി നമ്മളത് കണ്ടുകൊണ്ട് അത് സൗണ്ടിലും കൂടെ ചെയ്യാൻ പറ്റിയെന്ന്? ഇപ്പോൾ നമ്മളിപ്പോൾ വിഷ്വലി ഇപ്പോൾ DSLRയുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ക്ലീനായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലീനാണ്. അതിലൊന്നും തന്നെ അങ്ങോട്ടും പ്രോപ്പർട്ടീസ് ആയാലും ലൈറ്റിംഗ് ആയാലും വളരെ എന്താ പറയുന്നത് ചിസൽഡ് ഔട്ടായിട്ട് വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ലൈറ്റിങ്ങും അതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമ്മൾ വരുമ്പോൾ അതിൻ്റെ സൗണ്ട് സ്കേപ്പിലും ഒരു ക്ലീൻലിനെസ് വരണം. എന്നുവെച്ചാൽ അത് എങ്ങനെയാണ് സൗണ്ട് സ്കേപ്പിൽ ക്ലീൻനെസ് വരിക എന്നെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ഈസ് ദ ഫീൽ വി ഗെറ്റ് ആക്ച്വലി. അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ആയാലും വളരെ സ്ലോ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഇതിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സ്റ്റാറ്റിക് ഫ്രെയിമിലാണ് ഒരുപാട് സാധനം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രെയിംസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ വീടിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിനെങ്ങനെ അത് റെപ്രസെൻറ്റ് ചെയ്യും. കാരണം ആ വീട് ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. അപ്പോൾ ആ വീടിനൊരു സൗണ്ട് ഉണ്ടാക്കണം. അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും ഈ വീടിൻ്റെ സൗണ്ട് എന്നുള്ളൊരു അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് ആ സൗണ്ടുകൾ വർക്കാവുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളോട് അത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ ഉള്ളൊരു എന്തെന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ട്രെയിനിങ് കൊണ്ടൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം ചെയ്തിട്ടുള്ള പാട്ടുകളായാലും ഏജ് ഓഫ് ഡാർക്ക്നെസ് ആയാലും ഏജ് ഓഫ് മാഡ്നസ് ആയാലും ഡേ ഓഫ് റാത്ത് ആയാലും ഇതിലെല്ലാം ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ. അപ്പം ചെയ്ത പാട്ടിൽ നമുക്ക് കുറച്ച് ടഫായിരുന്ന ചലഞ്ചിങ് ആയിരുന്ന ഒരു പാട്ട് ഇതായിരിക്കും. ഡേ ഓഫ് റാത്ത് ചലഞ്ചിങ് ആയിരുന്നു. ആദ്യം രാഹുലേട്ടനൊരു റെഫറൻസ് പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനത്തെ സൗണ്ടുള്ള ഇങ്ങനത്തെ സ്വഭാവമുള്ള ഒരു പാട്ട് വേണം. ഇത് ഡേ ഓഫ് റാത്ത് പോലത്തെ അല്ല, എൻ്റെ വേറൊരു ജോണറിലുള്ള. അങ്ങനെ അതിനു വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു. അപ്പോഴും എനിക്ക് അതേ സാധനം കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ പുതിയ ഒരു പരിപാടി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരു 6-7 വർഷം ചെയ്തു. വർക്കാവണില്ല. പേഴ്സണലി എനിക്കും വർക്കാവണില്ല. വേറൊരു ട്രാക്കായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ ആ രാഹുലേട്ടൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂഡോ അല്ലെങ്കിൽ ആ സ്വഭാവത്തിലോട്ട് എത്തുന്നില്ല. അങ്ങനെ രാഹുലേട്ടൻ പറഞ്ഞ് നീ നിൻ്റെതായ ഒരു പരിപാടി പിടിക്കാൻ പറഞ്ഞിട്ടാണ് ഡേ ഓഫ് റാത്ത് ട്രൈ ചെയ്തത്. അങ്ങനെ അത് വർക്കായി. നമ്മൾ ഈ സിന്ധിലാണല്ലോ കുറച്ചുകൂടെ ഫോക്കസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. മാറ്റി പിടിക്കാൻ അല്ലെങ്കിൽ വേറെ ഒന്നും ട്രൈ ചെയ്യാൻ സിന്ധിലല്ല. ഇപ്പൊ സൂക്ഷ്മദർശിനി കംപ്ലീറ്റ്ലി ഓർക്കസ്ട്രലാണ് പിടിച്ചേക്കുന്നത്. സിന്ത് ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ സിന്ത് വെച്ച് കമ്പോസ് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. സിന്ത് ഒരു എനിക്കിഷ്ടമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലൊക്കെ ആയിട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മദനോത്സവം, എൻ്റെ ഫസ്റ്റ് പടം മദനോത്സവം നോക്കിയാൽ കംപ്ലീറ്റ്ലി അവിടെ കാസർഗോഡ് ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവിടുത്തെ നാട്ടിലെ ഫോക്ക് നാടൻ പാട്ട് പാടുന്ന ആൾക്കാരെയൊക്കെ പോയി റെക്കോർഡ് ചെയ്ത് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് പുള്ളോർക്കൂടം തുടി ഗ്രൂപ്പായിട്ട് തുടി വായിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഫീൽ ഭയങ്കര വലുതാണ്. അപ്പോൾ അങ്ങനത്തെ മുളഞ്ചണ്ട ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതേക്കണം. സിന്തൊക്കെ അതിനെ ഞാൻ ഈ ഈ പുതിയ ജനറേഷനിൽ അതിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ ഈ ഇപ്പൊ ഏജ് ഓഫ് മാഡ്നസ്സോ അല്ലെങ്കിൽ ഡേ ഓഫ് റാത്തിലോട്ടൊക്കെ വരുമ്പോൾ കംപ്ലീറ്റ്ലി അത് കുറച്ച് തിയേറ്ററിൽ നെഞ്ചത്ത് കൊടുക്കുക എന്നുള്ള പ്ലാനിൽ തന്നെ പിടിക്കുകയാണ്. അത് കുറച്ചുകൂടെ മറ്റേ മാർക്കറ്റിംഗ് സൈഡും കൂടി വെച്ചിട്ട്. എന്നാ പിന്നെ ഒന്ന് ആസ്പിരനിലേക്ക് വന്നോട്ടെ. ഓക്കെ. ആസ്പിരൻ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സോങ് ആണ്, സിംഗിൾ ആണ്. വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത അത് ഗ്രാമിക്കും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ? സബ്മിറ്റ് ആയി. അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു. അത് അവിടെ വെച്ച് അവസാനിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്താണ് ആസ്പിരൻ ചെയ്യാൻ ഒരു കാരണം? അല്ല, എനിക്ക് ഇഷ്ടമാണ് ഇൻഡിപെൻഡന്റ് ട്രാക്കുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. അതാകുമ്പോ എന്റേതായ രീതിയിൽ കൂടുതൽ ഇന്നതുപോലെ ആക്കോ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വേറെ ഒരു അഭിപ്രായം ഇല്ല. എന്റെ ഇഷ്ടത്തിൽ ഒരു തോന്നിവാസം ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ
ചെയ്തതാണ് ആസ്പിരി. ഞാൻ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട് തോന്നിവാസം ചെയ്യണം, എൻ്റെതായിട്ടുള്ള ഒരു സാധനം ചെയ്യണം, ആ ഒരു സംഭവം എപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഞാൻ ഈ ഒരു 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 ഈ പറഞ്ഞ പോലെ ഒരു ടെക്നിക്കലി പഠിക്കാത്തത് കൊണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ പോവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ വേറെ ടെക്നിക്കലി പഠിച്ച ആൾക്കാർ നീ എന്ത് മണ്ടത്തര കാണിക്കണമെന്ന് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയും, അത് ഞാൻ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷെ ആ സാധനങ്ങൾ ഇപ്പുറത്ത് വർക്കാകുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. ഈ പ്രേമകത്തിലാണേലും എണ്ണപ്പാട്ടയെന്ന് വരച്ചുണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തോന്നിയാസമാണ്. എന്താ ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് നിന്നാണോ നീ സൗണ്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. പക്ഷെ അത് വർക്കാവുന്നതാണ് അതിന്റെ ഹാപ്പിനെസ്. രാഹുൽ സദാശിവൻ ഒരു മെന്ററായിട്ടാണ് അരുൺ കാണുന്നതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പം 3 പടത്തിലും കൊളാബറേറ്റും ചെയ്തിട്ടുണ്ട്, പോസ്റ്റേഴ്സ് ആയാലും ഈ പടത്തിൽ ആക്ടറായിട്ടും. സംതിങ് ദാറ്റ് യു ലേൺ ഫ്രം ഹിം, അല്ലെങ്കിൽ അങ്ങനത്തെ നോക്കിയിട്ടോ കൊള്ളാം. പുള്ളിൻ്റെ ഇത് ഇന്നലെയും കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നോക്കിയും കണ്ട് സാധനങ്ങൾ ചെയ്യുക, ധൃതി പിടിച്ച് ചെയ്യരുത്. അത് എപ്പോഴും പറയും, റിലാക്സ്ഡ് ആയിട്ട് നോക്കിയും കണ്ടും ചെയ്യുക. കറക്റ്റ് പരിപാടികൾ വരും, സമയത്തിന് വരും. അപ്പം അത് നോക്കി ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ തന്നെ ചാടിക്കേറി എടുത്തോ എന്നിങ്ങനെ പറയുമായിരുന്നു. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ലൈക്ക് നമുക്ക് ഇപ്പം ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മടി തോന്നുമായിരിക്കും, ചിലപ്പോൾ ഇത് മതി നമുക്ക് ഇറക്കാന്നൊക്കെ തോന്നിയാലും നിന്റെ ജഡ്ജ്മെന്റ് ആവുന്ന വരെ ഫൈറ്റ് ചെയ്ത് അതെങ്ങനെയും ചെയ്തെടുക്കണം. അത് ഞാൻ സപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ മറ്റുള്ളവരപ്പം നിന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാത്തിലും പോസ്റ്റേഴ്സിനെ പറ്റിയിട്ട് പറയാറുണ്ട്. സോ ഓവറോൾ ഇൻ ടേംസ് ഓഫ് ഇപ്പം നമ്മൾ ഇനീഷ്യലി തൊട്ടിട്ട് പരിചയം എല്ലാം പോസ്റ്റേഴ്സിന് വേണ്ടിയായിരുന്നു. അപ്പം നമ്മുടെ കരിയറിൽ ഏറ്റവും നല്ല പടങ്ങൾ തന്നത് രാഹുലേട്ടനാണ്. അപ്പം നമ്മുടെ കരിയറിൽ ഒരു ഷിഫ്റ്റ് കിട്ടിയത് അതുകൊണ്ടിട്ടാണ്. ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ബ്രഹ്മയുഗം ഡിസൈനേഴ്സ് എന്നുള്ളൊരു ടാഗാണ്. സോ അങ്ങനത്തെ പടങ്ങൾ തരികയും അതേസമയം നല്ല നല്ല ഉപദേശങ്ങളൊക്കെ തരികയും ചെയ്യുന്നത് രാഹുലേട്ടൻ തന്നെയാണ്. സോ ദിസ് വാസ് വൺ പോസിറ്റീവ് തിങ് ഹി ഓൾവേസ് ടോൾഡ് മീ. ഇങ്ങനെ നല്ല സാധനം റിലാക്സ് ചെയ്തെടുക്കുക, ധൃതി പിടിച്ച എല്ലാം എടുത്ത് കൂട്ടി പണി പാളരുത് എന്നൊക്കെ. ആക്ടിങ്ങിനും എനിക്കിവിടെ എല്ലാം കൂടെ ചേർത്താന്ന് ഞാൻ ഇന്നലെ ആക്ടിങ്ങിനെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് തന്നെയാണ്, നോക്കി പരിപാടികൾ പിടിച്ചോളൂ, നിനക്ക് വരും, നല്ല സാധനങ്ങൾ കിട്ടും, നിന്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. സോ അതൊക്കെയാണ് അതാണ് പറയാറ്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ സൗണ്ട്സ്കേപ്പിൽ ഇപ്പം നമ്മുടെ കണ്ടംപററീസ് വർക്ക് ചെയ്യുന്ന സൗണ്ട്സ്കേപ്പിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്തിട്ടുള്ള വർക്ക് എന്തെങ്കിലും മലയാള സിനിമ? മലയാള സിനിമയില് ഞാൻ ആവാസ വ്യൂഹം എനിക്കൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാനൊരു അതുപോലെയുള്ളൊരു അത്രയും റഫ്നെസ്സും ഒരു ഗ്രിറ്റി ഫീലിംഗ് ഒക്കെ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൃഷാന്തിൻ്റെ ആ പടവും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെയാണ് നമ്മൾ ആ പടം അങ്ങനെ സൗണ്ടിന് വേണ്ടിയിട്ട് കണ്ടതൊന്നല്ല, പക്ഷെ അത് ഭയങ്കര രസമായിട്ടൊരു വർക്കായിട്ട് ഫീൽ ചെയ്തിരുന്നു. കൊളാബറേഷൻസിനെ കുറിച്ചൊന്ന് പറയും. സ്വർഗവാസിൽ അനിരുദ്ധ് രവിചന്ദ്രന്റെ കൂടെ വർക്ക് ചെയ്തു, ടർബോയില് ഷാൻ വിൻസെന്റ് പോളിന്റെ കൂടെ വർക്ക് ചെയ്തു. അപ്പം അവരെയൊക്കെ SDVP പോലെ ഒരാളെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? SVDPയുടെ ട്രാക്ക് ഞാൻ ഭയങ്കര, എനിക്ക് പുള്ളിനെ എപ്പോഴേലും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു പരിപാടി പുള്ളിയുടെ കൂടെ പിടിക്കണം എന്ന സാധനം ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ഫാസ്റ്റ് റാപ്പറാണ്, ഭയങ്കര സ്പീഡാണ് പുള്ളിയുടെ വാക്കുകൾ. അങ്ങനെ ആദ്യം ഈ ചേസിന്റെ ട്രാക്ക് ആദ്യം ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈശാഖിനോട് പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞു, നോക്ക് എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ മെയിൽ അയച്ചു പുള്ളിക്ക്, പുള്ളി റെസ്പോണ്ട് ആദ്യം കുറച്ച് ഡിലേ ആയി. അപ്പൊ നമ്മൾ വേറെ ഓപ്ഷനിലോട്ടൊക്കെ പോകാൻ ഉള്ള പ്ലാനൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ച് കോൺടാക്ട് ഒക്കെ ഒപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പുള്ളിയുടെ റിപ്ലൈ വന്നു, പുള്ളിക്ക് ട്രാക്ക് വർക്കായി എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം തന്നെ പുള്ളിയുടെ ഐഡിയ ഒരു സാധനം പാടി തന്നു. അത് ഓക്കെ, അതിന്റെ ചെറിയ കുറച്ച് എനിക്ക് ഇപ്പുറത്തും കൂടി വേണം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെ ഫൈനലായിട്ട് പുള്ളി റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു. അത് പ്ലേസ് ചെയ്തു, അത് വർക്കാവുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഇതിലോട്ട് വരുമ്പോൾ സ്വർഗവാസല് ഇനീഷ്യൽ പോയിന്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായില്ല ഇനി അരുതാണ് ഇന്ന ട്രാക്ക് പാടണ്ടേ എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോ അങ്ങനെ ട്രാക്ക് കമ്പോസ് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അവർ പറയണത് ഇങ്ങനെ അരുതാണ് പാടണേന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ റെക്കോർഡിങ്ങിന്റെ തലേദിവസമാണ് ഞാൻ അറിയണത് അരുതാണ് പാടണേന്നുള്ള കാര്യം. അപ്പൊ പിന്നെ അവര് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുമായിരുന്നു. അവര് പുള്ളിയുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ മീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, എപ്പോഴേലും മീറ്റ് ചെയ്യണം. ഇനിയും കൊളാബറേറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആരൊക്കെ ആയിരിക്കും? സന്തോഷ് നാരായണന്റെ കൂടെ എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ പിടിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട്. റഹ്മാൻ സാർ, പിന്നെ ഉണ്ട് കുറെ, അതിങ്ങനെ നീണ്ടു കിടക്കുമല്ലോ മാനിഫെസ്റ്റ് ചെയ്യാൻ. അതെ 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 ആയിക്കോട്ടെ. അരുണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതല്ല, പക്ഷെ നമ്മൾ കണ്ടിട്ട്
അന്താളിച്ച് നിന്ന് പോയ പോസ്റ്റേഴ്സ് വല്ലതും ഉണ്ടോ? ഓ ഇഷ്ടം പോലെ. ഞാൻ മറ്റേ റീസെന്റ് ഇപ്പൊ ചാവേറിന്റെ പോസ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പരിചയമുള്ളൊരു ഫ്രണ്ടാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരുപാട് പുറത്തെ പോസ്റ്റേഴ്സ് റെഫർ ചെയ്യാറുണ്ട്. എനിക്ക് റീസെന്റ് ഇപ്പം സൂപ്പർമാന്റെ പോസ്റ്റർ എനിക്ക് ഫസ്റ്റത്തെ കുറെ കളറിന്റെ ഇടയിൽ കൂടെ പുള്ളിങ്ങനെ പോകുന്നത് അത് ഭയങ്കര നീറ്റും ഭയങ്കര രസമുള്ളതാണ്. പിന്നെ A24 ഒരു പടം ഉണ്ടായിരുന്നു, ഡെത്ത് ഓഫ് എ യൂണിക്കോൺ ആണെന്ന് തോന്നുന്നു. അതൊരു കുതിരേനെ ഒരു യൂണിക്കോണിനെ പുതച്ചിട്ടേക്കുക, ഫുൾ വൈറ്റ് പുതച്ചിട്ടേക്കുന്നത്, ജസ്റ്റ് അതിന്റെ കൊമ്പ് മാത്രം പുറത്തേക്ക്, അത്രേ ഉള്ളൂ. അത് യൂണിക്കോൺ ആണെന്നും കിട്ടി, അത് മരിച്ചടക്കുവാന്നും കിട്ടി. സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ കണ്ട് ഇംപ്രസ് ചെയ്ത് നമ്മൾ സേവ് ഒക്കെ ചെയ്ത് വെക്കുന്ന കുറച്ച് പരിപാടി. നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ടോ ഇങ്ങനത്തെ ഐക്കോണിക് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ? ഉറപ്പായിട്ടും നമ്മളിപ്പോ ഏത് വർക്ക് വന്നാലും അത് കണ്ടിട്ട് ഇത് എങ്ങനെയായിരിക്കും ചെയ്തത്, ഇതിന്റെ ടെക്നിക്ക് എന്താണ്, ഇത് ആരാ ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറയുന്ന പോലെ എല്ലാവരും ചർച്ച ചെയ്യും അതിനെ കുറിച്ചിട്ട്. അപ്പോഴാണ് പുതിയ കുറച്ച് ഐഡിയാസ് വരിക, എല്ലാം കിട്ടുന്നത് സ്ഥിരം.